ഞാനിവിടെ ബൈബിൾ സംബന്ധമായ ചില അറിവുകൾ പകരാനാണ് ശ്രമിക്കുന്നത്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായം 4 ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് വിലയിരുത്താം. ആദമിനും ഹവ്വയ്ക്കും 2 മക്കളുണ്ടായിരുന്നു, കായേനും ആബേലും. കായനെ കൃഷി ചെയ്യുകയായിരുന്നു, ആബേലിനാണെങ്കിൽ ആട് വളർത്തലുമായിരുന്നു പണിയ. രണ്ടുപേരും അവരുടെ വിഭവങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. നല്ല കൊഴുപ്പുള്ള ആടിന്റെ ഇറച്ചി ദൈവത്തിന് സമർപ്പിച്ചു ആബേൽ. കായൻ തന്റെ കൃഷി വിഭവങ്ങളിൽ ചെന്ന് സമർപ്പിച്ചു. ദൈവം ആബേലിൽ പ്രസാദിച്ചു. നല്ല കൊഴുപ്പുള്ള ഇറച്ചി കിട്ടിയപ്പോൾ ദൈവത്തിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അങ്ങനെ പ്രസാദിച്ചു. പക്ഷെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ കായൻ ആബേലിനെ എറിഞ്ഞു വന്നു. അപ്പം കായന് നേരെ ദൈവം കോപിച്ചിട്ട് കായനെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പം കായൻ പിന്നീട് നോദ് ദേശത്ത് പോയി വിവാഹം കഴിച്ചു. ആദ്യമായിട്ട് ആദമിന് 2 മക്കള്, കായേന് ആബേല്. പിന്നെ ഒരാളൂടെ ഉണ്ടായിട്ടുണ്ട്, സേത്ത്. ആ സേത്തിന്റെ പരമ്പരയാണ് പിന്നെ ഇങ്ങോട്ട് പറയുന്നതല്ല. അബ്രഹാം വരെയുള്ള കാലഘട്ടത്തിൽ മുഴുവൻ ഇന്നേക്ക് അവരുടെ വയസ്സുകളെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 5871 വർഷം ഏകദേശം. അതിൽ 2 കാര്യത്തിൽ വ്യത്യാസമുണ്ട്, 2 കണക്കില്. ഒന്ന്, എബ്രഹാമിന് 70 വയസ്സിന് ശേഷമാണ് മക്കളുണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ 70 കണക്കാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മോശയ്ക്കും 400 വയസ്സിന് ശേഷമാണ് മക്കൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 400, 450 ആകാം, 401 ആകാം. അതുപോലെ 70 എന്ന് പറയുമ്പോൾ 70-ന് ശേഷം എന്ന് പറയുമ്പോൾ 71 ആകാം, 75 ആകാം. പക്ഷെ അവരുടെ എത്ര കാലം ജീവിച്ചിരുന്നു കൂടി പറയുന്നുണ്ട്. അപ്പം അതിനുള്ളിലായിരിക്കണമല്ലോ. എന്നാൽ അങ്ങനെ കൂടി വന്നാൽ ഇന്നേക്ക് ലോകമുണ്ടായിട്ട് 6000 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അപ്പോഴേ നോദ് ദേശത്ത് പോയി വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ ആകെ കായേനും ആബേലും മരിച്ചു. ആബേലിനെ എറിഞ്ഞു കൊന്നു, സഹോദരൻ എറിഞ്ഞു കൊന്നു. പിന്നീട് സേത്തുണ്ടാകുന്നത്. അപ്പൊ നോദ് ദേശം എങ്ങനെയുണ്ടായി? അവിടെ ജനങ്ങൾ എങ്ങനെയുണ്ടായി? അവിടെ കായന് വിവാഹം കഴിക്കാൻ പറ്റിയ പെണ്ണെങ്ങനെയുണ്ടായി? ഈ പൊട്ട കഥകളൊക്കെ പറഞ്ഞിട്ടാണ് അദ്വൈതിയായ സനാതന വിശ്വാസികളായ ഹിന്ദുക്കളെ മതം മാറ്റുന്നത്. നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ വാസ്തവത്തിൽ ഈ കഥകളൊന്നും പറഞ്ഞല്ല മതം മാറ്റുന്നത്. സഹായധനം കൊണ്ടാണ്, പണം, അമേരിക്ക നൽകുന്ന ഇവാഞ്ചലിസ്റ്റുകൾക്ക് നൽകുന്ന പണം കൊണ്ടാണ് ലോകം മുഴുവൻ മതപരിവർത്തനം നടക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിക്കുക, ഈ ഇവാഞ്ചലിസ്റ്റുകള് ആഫ്രിക്കയിൽ മതപരിവർത്തനം നടത്തി, ആഫ്രിക്കക്കാരെ പിടിച്ച് ക്രിസ്ത്യാനികളാക്കി മാറ്റി, കുറെ പേരെ അമേരിക്കയിൽ കൊണ്ടുപോയി വിറ്റു. ഇതൊക്കെ ക്രിസ്ത്യൻ സമൂഹമാണ് ചെയ്തത്, ക്രിസ്തുമത വിശ്വാസികളാണ് ചെയ്തത്. എന്നിട്ട് അമേരിക്കയിൽ അടിമപ്പണി ചെയ്യിച്ചു. പക്ഷെ ആഫ്രിക്കയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്ന ആഫ്രിക്ക മുഴുവൻ ഇന്ന് ഇസ്ലാം കൈയടക്കി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പല ആൾക്കാരോടും ഒന്ന് സംസാരിക്കുവാൻ, പല പാസ്റ്റർമാരോടും സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് നോക്കിയിട്ടുണ്ട്. അവിടെ ഒന്നും അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രോഹിണിയിൽ സെക്ടർ 6 ഒരു സ്വർണ്ണക്കട നടത്തിയിരുന്നു, കൈരളി ജൂവലേഴ്സ്. അവിടെ അടുത്ത് തന്നെ താമസമായിരുന്നു. ആ സമയത്ത് സെക്ടർ 18 ഒരു എബ്രഹാം ബ്രദറൻ പാസ്റ്ററാണ്. ഭാര്യയും ഭർത്താവുമായി വീട്ടിൽ അവിടെ വന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസം. താഴെ നിന്ന് ബെല്ലടിച്ചിട്ട് വന്നപ്പം 2 പേരുമുണ്ട്, ഭാര്യയും ഭർത്താവും. സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പം ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കാൻ സമയം തരുമെന്ന് ചോദിച്ചു. ഞാൻ പോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയറി വന്നു. അപ്പൊ എന്നോട് അവര് പറയാൻ തുടങ്ങിയത്, എന്നോടൊരു ചോദ്യം ആദ്യം ചോദിച്ചു. ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണെന്നാ സാറ് വിചാരിക്കുന്നത്?
ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ ദൈവം യഹോവയാണ്. ഓ, സാറ് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവര് പറയുന്ന അവരുടെ ദൈവം യേശുവാണെന്ന്. അവിടുന്ന് വന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെ എന്നേക്കും ജീവിക്കുവാൻ, ഇന്നും സുഖമായിട്ട് ജീവിക്കുവാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് വരുന്നത്. ആദ്യം 930 വയസ്സ് വരെ ജീവിച്ചു, സേത്ത് ഇത്ര വയസ്സ് വരെ ജീവിച്ചു, അങ്ങനെയൊക്കെ ജീവിച്ചു. അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് ഈ നോഹയാണോ കാര്യം വന്നു. നോഹയുടെ കാര്യം വന്നപ്പോൾ നോഹ 400 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറഞ്ഞു. നോഹയാണോ മോശയാണോ എന്ന് എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, അതൊന്നുകൂടെ നോക്കണം. ഏതായാലും നോഹയോ മോശോ 400 വയസ്സ് വരെ ജീവിച്ചു എന്ന് എന്നോട് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. കാരണം 400 വയസ്സിന് ശേഷമാണ് ഇവർക്ക് മക്കളുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനല്ല, അവര് 400 വയസ്സിന് ശേഷം 500 വയസ്സ് വരെ ജീവിച്ചെന്നാണ് മറ്റോ പറയുന്നത്. അപ്പൊ അത് പറഞ്ഞ ഉടനെ ബൈബിൾ തുറന്നു നോക്കി അവര്. എന്റെ കയ്യിലും ബൈബിളുണ്ട്, KCBCയുടെ ബൈബിൾ, പഴയതും പുതിയതും ഉണ്ട്. ഞാനും ബൈബിൾ തുറന്നു നോക്കി. പെട്ടെന്ന് അവർ പറഞ്ഞു, സാർ ഞങ്ങളെ തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അവരുടെ വിചാരം ഇത്ര വയസ്സ് വരെ ജീവിച്ചു, ഇത്ര വയസ്സ് വരെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ ഈ ആളുടെ മോശയുടെ കാര്യം, എബ്രാഹിമിന്റെ മോശയുടെ കാര്യമല്ലാതെ വേറെ വല്ലവരും പറഞ്ഞാൽ ഞാനും മിണ്ടുകയില്ല. കാരണം എനിക്കറിയാം 400 വയസ്സിന് ശേഷമാണ് മക്കൾ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇത്രയും പഠിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഭംഗത്തരങ്ങളാണ്, വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഹിന്ദുക്കളെ മതം മാറ്റുന്നത്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള മതം മാറ്റം ബൈബിള് പഠിപ്പിച്ചിട്ടല്ല, ഹിപ്നോട്ടൈസ് ചെയ്താണ്. ഇവിടെ എൻ്റെ മകളുടെ ഡാൻസ് സ്കൂളിൽ വരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നറയിലിൽ ഒരു പാസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി. ഒരു മതം മാറിയ ഒരു പെൺകുട്ടി മുഖാന്തരം കൊണ്ടുപോയത്. ആ കുട്ടിയെ കുറെ കണ്ണടച്ചിരുത്തി, മുറി അടച്ചിരുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ കുട്ടി വീണില്ല. പൈസയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു, അത് വീണില്ല. ഞാൻ പിന്നീട് ചോദിച്ചാൽ, ആ പാസ്റ്റർ എനിക്കൊന്ന് ആ നമ്പരൊന്ന് തരാമോ സംസാരിക്കാൻ. ആ നമ്പർ എനിക്ക് കിട്ടിയില്ല. ആ കുട്ടി ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട്, ഡാൻസിന് ക്ലാസ്സിനൊക്കെ വരുന്നു. ഇത്തരത്തിലുള്ള മുക്കാത്തട്ടിപ്പും കാവിദ്യയും ഇതുകൊണ്ടാണ് നമ്മളെ മതം മാറ്റുന്നത്. വാസ്തവത്തിൽ ഇതുകൊണ്ടല്ല മതം മാറ്റുന്നത് എന്നുള്ളതാണ് സത്യം. സാമ്പത്തികമായ സഹായവും ഹിന്ദുക്കളുടെ ഇടയിലുള്ള അസമത്വവുമാണ് ഈ മതം മാറ്റത്തിന് യഥാർത്ഥ കാരണം. ശരിക്കും അമേരിക്കയുടെ ഒരു പിൻബലത്തോടി അമേരിക്കയാണ് ഈ പണമെല്ലാം ഒഴുക്കുന്നത്, ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടി പണം ഒഴുക്കുന്നത്. ഇന്ന് പഞ്ചാബിൽ മതം മാറുന്ന സിഖുകാരെ തലക്കെട്ടെടുക്കുകയോ പേര് മാറ്റുകയോ ചെയ്യുന്നില്ല. അതുപോലെ ആന്ധ്രയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഭരണമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കർണാടകത്തിൽ പോലും സിദ്ധരാമയ്യ ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഇവാഞ്ചലിസ്റ്റ് ആണോ എന്ന് സംശയമുണ്ട്. ഇവിടെ ഡൽഹി ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി മഹാകള്ളൻ കേജ്രിവാൾ, അവൻ മഹാകള്ളനാണ്, അവനൊരു ഇവാഞ്ചലിസ്റ്റാണ്. അവൻ പറയും ഇവിടുത്തെ നാണയത്തിലെ ഗണപതിയുടെ വേണം, ഇതൊക്കെ പറയുന്നത് വെറും തട്ടിപ്പ് മാത്രമാണ്. ഇവിടെ എനിക്കറിയാം, ഞാൻ ഒരിക്കൽ നജഫ്ഗഡ് പോയപ്പം നജഫ്ഗഡിലെ ദേവീക്ഷേത്രത്തിലേക്ക് പോകാൻ നോക്കും. അവിടെ ഒരാളെ മലയാളിയാണെന്ന് എന്നെ കണ്ടു, ഹിന്ദിക്കാരൻ എന്നെ സമീപിച്ചു. അയാൾ അവിടുത്തെ ടേക്കീദാരാണ്. അപ്പൊ ദില്ലിയിൽ ഒരു കാലത്ത് ഈ കേജ്രിവാളിന്റെ കാലത്ത് ക്രിസ്ത്യാനികൾക്കാണ് ടേക്ക മുഴുവൻ കിട്ടിയിരുന്നത്. അങ്ങനെ പരിപോഷിച്ചിരുന്ന ഒരാളാണ്. ഇങ്ങനെ എത്ര പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് തടയണമെങ്കിൽ അമേരിക്ക തകരണമെങ്കിൽ ശരിക്കും ബ്രിക്സ് രാജ്യങ്ങളും അതുപോലെ റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളും കൂടി അമേരിക്കൻ ഡോളറിനെ തകർക്കണം. അമേരിക്ക ഉള്ളിടത്ത കാലം ലോകത്ത് സമാധാനം ഉണ്ടാകില്ല എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അവരാണ് ഹിന്ദുക്കളെ ഇന്ത്യയിൽ പദം മാറ്റാൻ വേണ്ടി എല്ലാ പൈസയും മുടക്കുന്നവരാണ്. ഹിന്ദുക്കളുടെ നില അങ്ങേയറ്റം പരിതാപകരമാണ്. ഇവിടെ പരിവാർ സംഘടനകൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ കൊണ്ട് മാതൃപൂജയും ബാലഗോകുലവും ഇതൊക്കെ കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും യഥാർത്ഥത്തിൽ ഈ സനാതന ധർമ്മം എന്താണെന്നറിയില്ല, അദ്വൈതം എന്താണെന്നറിയില്ല. തികഞ്ഞ ശാസ്ത്രീയമായ ദർശനമാണ് അദ്വൈതം എന്ന് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ
യൂണിവേഴ്സിനെ നട്ഷൽ എന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് തോന്നും ശങ്കരാചാര്യ കോപ്പി അടിച്ചതാണോ എന്ന് പോലും സംശയം നമുക്ക് തോന്നും. അത്ര ശാസ്ത്രീയമായ മതമാണ്. അതുപോലെ നമ്മളെ നിരന്തരം ഇവരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുദൈവ വിശ്വാസികൾ. നമ്മൾ ബഹുദൈവ വിശ്വാസികളാണോ? ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണോ? ബഹുദേവത ആരാധകരാണ് എന്ന് പറയും. ബഹുദേവത ആരാധകരാണ്. നമുക്ക് ഹിമാലയത്തിൽ പോണേ നമ്മൾ എത്ര വാഹനം കാണാം. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാൽനടയായിട്ട് യാത്ര ചെയ്യണ്ടേ? ബസ് സ്റ്റോപ്പിൽ വരണ്ടേ? ബസ് പിടിക്കണ്ടേ? ബസ് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ വരണ്ടേ? ബസ്സോ കാറോ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിക്കണ്ടേ? ട്രെയിൻ പിടിച്ചാൽ എത്ര ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും? ഒന്നിലെ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോയ പ്ലെയിനിന് എത്ര തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഹിമാലയത്തിൽ അവസാനം കാൽനടയായിട്ടും പോകേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഹിന്ദുവിന്റെ സനാതന ധർമ്മത്തിന്റെ സംവിധാനം. ബഹുദേവത ആരാധന എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഓരോ വ്യക്തിക്കും അവനവന്റെ മനസ്സിന് ചേർന്ന ആരാധനാമൂർത്തിയെ കണ്ടെത്തേണ്ട ഒരാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്കൃത കാവ്യത്തിലെ 2 തരത്തിലുള്ള കാവ്യങ്ങളുണ്ട്. ഒന്ന് തത്വവാദനപരമായ കാവ്യങ്ങളുണ്ട്, മന്ത്ര ശബ്ദങ്ങളുള്ള കാവ്യങ്ങളുണ്ട്. ശങ്കരാചാര്യരുടെ ആത്മബോധം എന്ന് പറയുന്നത് തത്വവാദനമാണ് മുഴുവൻ. ഭഗവത്ഗീത തത്വവാദനമാണ്. ഭഗവത്ഗീത നിങ്ങൾ വായിച്ചാൽ ഒരു 100 പ്രാവശ്യം വായിച്ചെന്ന് തിരിച്ചു, ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങൾക്ക് ഉച്ചാരണ ശക്തി ഉണ്ടാകും. ചില ശബ്ദങ്ങളിലുള്ള വൈബ്രേഷൻ കാരണം നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കും. അതെ, സൗന്ദര്യലഹരി നിങ്ങൾ വായിക്കും 100 പ്രാവശ്യം. സൗന്ദര്യലഹരി വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സൗന്ദര്യലഹരിയിലെ മന്ത്രശബ്ദങ്ങളുണ്ട്, ഭഗവത്ഗീതയിലെ മന്ത്രശബ്ദങ്ങളില്ല. അത് അർത്ഥത്തോടു കൂടി അറിഞ്ഞു വായിക്കണം. അതും അർത്ഥം അറിഞ്ഞെങ്കിലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. ഭഗവത്ഗീത വായിക്കുന്നതുകൊണ്ട് ആത്മബോധം, ശങ്കരാചാര്യരുടെ ആത്മബോധം വായിക്കുന്നതുകൊണ്ട് നമുക്ക് തത്വങ്ങൾ പഠിച്ച് ഹൃദിസ്ഥമാക്കിയെങ്കിലേ നമ്മുടെ മനസ്സിന് വികാസമുണ്ടാകൂ, മാറ്റമുണ്ടാകൂ. പക്ഷേ മന്ത്രശബ്ദങ്ങളുള്ള സൗന്ദര്യ ലഹരിയും അതുപോലെ തന്നെ ത്രിപുരസുന്ദരി മാനസപൂജ സ്തോത്രം പോലെയുള്ള കീർത്തനങ്ങളും, അങ്ങനെയുള്ള കീർത്തനങ്ങൾ മുഴുവൻ സാങ്കല്പിക കഥകളായിരിക്കാം അതിലൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിൽ പ്രത്യേക ശബ്ദബീജികൾ, നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുന്ന ശബ്ദബീജികളുണ്ട് ഉള്ളതുകൊണ്ട് നമുക്കത് പ്രയോജനം ചെയ്യും. ഭഗവത്ഗീത പ്രയോജനം ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ആത്മബോധം നമുക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പക്ഷെങ്കിൽ ഇതൊന്നുമില്ലാതെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന, നമ്മുടെ ബുദ്ധി വികസിക്കുന്ന, നമ്മുടെ മനസ്സ് വികസിക്കുന്ന, അതാണ് മന്ത്രശബ്ദമുള്ള സൗന്ദര്യലഹരി പോലെ. അതുപോലെ പല കാര്യങ്ങൾ ഭാഗവതമുണ്ട്. ഭാഗവതത്തിലും അത് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ സംസ്കൃത ശബ്ദത്തിലാണ് അതിൻ്റെ പ്രാധാന്യം ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ 10 അത് ഞാൻ മറന്നു, നാരായണീയത്തിൽ 100 ശ്ലോകങ്ങളാണ്, 1000 ശ്ലോകങ്ങളാണുള്ളത്. 10 അധ്യായങ്ങളിൽ കൂടി 100 അധ്യായങ്ങളിൽ കൂടി 1000 ശ്ലോകങ്ങളാണുള്ളത്. അതും മന്ത്രനിബദ്ധമായ കാവ്യമാണ്. അതിൽ കെട്ടുകഥകളും അല്ലെങ്കിൽ സാങ്കല്പിക കഥകളൊക്കെ ധാരാളം ഉണ്ടാകാം, സൗന്ദര്യരീതിയും ഉണ്ടാകാം. കാരണം അങ്ങനെയുള്ള കാവ്യങ്ങൾ ഉണ്ടാക്കുന്നത് മന്ത്രശബ്ദം അതിൽ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.